ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകയില്ല. അല്ല, എന്താ പറ്റിയത്? എന്നാൽ ഗിലെയാദിലെ തിശ്ബിയിൽ നിന്നുള്ള തിശ്ബ്യനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകയില്ല എന്ന് പറഞ്ഞു. പ്രവാചകൻ പറഞ്ഞാൽ ഏതു വലിയ രാജാവായാലും പദവി കൊണ്ടോ ശക്തി കൊണ്ടോ ഒന്നും ചെയ്യുവാൻ സാധിക്കില്ല. കാരണം പ്രവാചകൻ ഈ ലോകത്തിലെ സൃഷ്ടാവിനെയാണ് അനുസരിക്കുന്നത്. പ്രവാചകൻ ആഹാബിനോട് പറയാൻ എന്താ കാര്യം? ആഹാബ് ഒരു അശേര പ്രതിഷ്ഠയും ഉണ്ടാക്കി. അങ്ങനെ ആഹാബ് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ കോപിപ്പിക്കത്തക്കവണ്ണം തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാ ഇസ്രായേൽ രാജാക്കന്മാരെക്കാളും അധികം ദോഷം പ്രവർത്തിച്ചു. മക്കളെ, നിങ്ങൾ ദൈവത്തെ കോപിപ്പിക്കാറുണ്ടോ? സ്വയം ചോദിക്ക്. തെറ്റ് ചെയ്താൽ മടങ്ങി വരിക, വീണ്ടും അത് ആവർത്തിക്കരുത്. ദൈവത്തെ കോപിപ്പിക്കത്തക്കവണ്ണം നിങ്ങൾ ദോഷം പ്രവർത്തിക്കരുത്. അശേര പ്രതിഷ്ഠ പോലെ ഒന്നും ഒരിക്കലും ഉണ്ടാക്കരുത്. പിന്നെ അവന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്നാൽ, നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ടു ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കുക. ദൈവശബ്ദത്തിന് കാതു കൊടുക്കണം, അല്ലാതെ പ്രവചിച്ച ശേഷം ഭയപ്പെടുകയല്ല വേണ്ടത്. ഭയപ്പെടത്തക്ക കാരണം ഉണ്ടായെന്നും ഇരിക്കാം, പക്ഷേ പ്രവചിച്ച ശേഷം എന്ത് ചെയ്യണമെന്ന് കൂടി ദൈവം നമുക്ക് നിർദ്ദേശം തരും. അത് കേൾക്കാതെ പോകരുത്. കാക്ക അവന് രാവിലെ അപ്പവും ഇറച്ചിയും വൈകുന്നേരത്തും അപ്പവും ഇറച്ചിയും കൊണ്ടുവന്നു കൊടുക്കും. തോട്ടിൽ നിന്ന് അവൻ കുടിക്കും. പ്രവചനം പറഞ്ഞാൽ അതിനുള്ള പ്രതിഫലം ദൈവം തരും. നിങ്ങൾ തിന്നും കുടിച്ചും അവിടെ പാർത്തും ദൈവം അയക്കുന്ന ഇടത്ത് നിൽക്കേണ്ട. അങ്ങനെ ദൈവം പറയാത്തത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് എന്തും ഭവിക്കാം. പിന്നെ അവരെ സന്തോഷിപ്പിച്ച് അവിടെ കൂടാൻ ഉദ്ദേശിക്കുന്നവർ ദൈവം കൊടുത്ത പ്രവചനം പറയണമെന്നില്ല. നിങ്ങളെ പറഞ്ഞ് അയച്ച ദൈവത്തെ പ്രീതിപ്പെടുത്തിയാൽ പോരെ? മക്കളെ, ഇന്ന് ഒരുപാട് പ്രവാചകന്മാരുണ്ട്. ദൈവത്തിൽ നിന്നുള്ളവർ ആണോ എന്ന് നിങ്ങൾ സ്വയം വിവേചിച്ചു നോക്കണം. ദൈവം അയച്ചാൽ അത് ദൈവമക്കൾക്ക് അറിയുവാൻ കഴിയും. പ്രവചനം പറഞ്ഞത് കേട്ട നിങ്ങൾ അടുത്ത കാര്യം സാധിക്കാൻ വേണ്ടി പ്രവാചകനെ നിങ്ങളുടെ അടിമയാക്കരുത്. പിന്നെ വേണ്ടാത്ത ബന്ധത്തിനും നിൽക്കരുത്. ദൈവം അയക്കുന്ന ഇടത്തേക്ക് അവർക്ക് പോകണം. നിങ്ങൾ ചെവി കൊടുത്താൽ ദൈവം നിങ്ങളോട് ഇടപെടും. ദൈവത്തിന് എന്തെങ്കിലും നിങ്ങളോട് പറയണമെങ്കിൽ പ്രവാചകനെ അയക്കേണ്ടി വന്നാൽ ദൈവം അയക്കുന്ന പ്രവാചകന് നൽകേണ്ടുന്ന മാന്യത നിങ്ങൾ നൽകിയാൽ ദൈവം നിങ്ങളെയും മാനിക്കും. പ്രവാചകനിൽ കൂടി ദൈവം വ്യക്തമായ ആലോചനയും നൽകും. എന്നാൽ ദേശത്ത് മഴ പെയ്യായികയാൽ കുറേ ദിവസം കഴിഞ്ഞ ശേഷം തോട് വറ്റിപ്പോയി. മഴയും മഞ്ഞും നിന്നു. അതേ, പ്രവാചകൻ പറഞ്ഞത് നടന്നു. ഭൂമി വരളാൻ തുടങ്ങി. കേട്ടപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇനിയും ഇത് എല്ലാവരെയും നന്നായി ബാധിക്കും. എന്നാൽ പ്രവാചകനെ ബാധിക്കും എന്ന് തോന്നരുത്. ദൈവശബ്ദത്തിന് ചെവി കൊടുക്കുന്നവരെ ദൈവം സംരക്ഷിക്കും. അപ്പോൾ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്നാൽ, നീ എഴുന്നേറ്റ് സിദോനോട് ചേർന്ന് സാരഫാത്തിലേക്ക് ചെന്ന് അവിടെ പാർക്ക. നിന്നെ പുലർത്തേണ്ടതിന് അവിടെയുള്ള ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. അന്നത്തെ കാലത്ത് ദൈവം വിധവയുടെ വീട്ടിൽ പറഞ്ഞു വിട്ടു. ഇന്ന് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. ദൈവഭയമില്ല. പിന്നെ എല്ലാവർക്കും വലിയ പ്രതീക്ഷയോടെ ഒക്കെ വരുമ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ പിറുപിറുത്തുകൊണ്ട് പോകും. ഞാൻ ദൂത് പറഞ്ഞിട്ട് ഒന്നും തന്നില്ല. മക്കളെ, ദൈവമല്ലയോ ആലോചന തരുന്നത്? പിന്നെ ദൈവത്തിന് കൂലി നൽകാൻ ദൈവം ആരോട് ഇടപെടുമോ അവർ തരും. നിങ്ങൾ കരുതും പോലെയൊന്നും ആകില്ല. മറ്റുള്ളവരെ കണ്ട് നിങ്ങൾ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാതെ ദൈവവിളി കേട്ട് ദൈവമുഖം നോക്കി ദൈവശബ്ദത്തിന് കാതോർത്ത് ചുവടുവെക്ക്. നിങ്ങൾ ഒരുങ്ങുന്നത് ആത്മാവിനെ നേടാനോ അതോ ആത്മാവിനെ നഷ്ടപ്പെടുത്താനോ? ഏലിയാവ് ദൈവം പറഞ്ഞ പോലെ ചെയ്തു. സ്വന്തം ഇഷ്ടത്തിനല്ല പോയത്, ദൈവത്തിന്റെ ഇഷ്ടത്തിന് തന്നെ ഏൽപ്പിച്ചുകൊണ്ട് തന്റെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നു. ചുമ്മാ വാചകടി മാത്രമാണ് പലർക്കും ശുശ്രൂഷ. കാര്യത്തോടെടുക്കുമ്പോൾ ദൈവാലോചനയെ നിസ്സാരമായി മാറ്റുകയും സ്വന്തം ആലോചനയെ ദൈവാലോചനയാക്കി തീർക്കുകയും ചെയ്യുന്നവരുണ്ട്. ദൈവത്തിന്റെ ശുശ്രൂഷയെ നിസ്സാരമായി കാണരുത്. അതിന്റെ വിശുദ്ധിയോടെയും ദൈവഭയത്തോടെയും വേണം ചെയ്യാൻ. നിങ്ങളുടെ പ്രശ്നം തെറ്റ് ചെയ്ത ഒരാളോട് ദൈവം നൽകിയ ആലോചന പറഞ്ഞു എന്നതാവാം. അപ്പോൾ നിങ്ങൾ ഒറ്റപ്പെട്ടു എന്ന് വരാം. നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യം ദൈവം ചെയ്തു തരും. ലോകവും അതിൻ്റെ മോഹങ്ങളും നീങ്ങിപ്പോകുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നയാൾ എന്നും ജീവിക്കും.